ദുഹാ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായ എന്തെങ്കിലും ദിക്ർ ചൊല്ലാനുണ്ടോ? സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഉണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞു സുന്നത്ത് നിസ്കാരത്തിന് ശേഷം എന്തില്ല. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാ 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 അല്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം. ഇതൊക്കെ നമ്മൾ ഫർള് നിസ്കാരത്തിന് ശേഷം ചൊല്ലും. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഇതൊന്നും ഇല്ല. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അസ്തഗ്ഫിറുല്ലാ 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 എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം നബിയും സ്വഹാബിമാരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലിയിട്ടില്ല. അതൊക്കെ ഫർള് നിസ്കാരത്തിന് ശേഷമാണ് ചൊല്ലിയിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ ദിക്റുകൾ വന്നത് 2 നിസ്കാരങ്ങളിലാണ്. ഒന്ന് റമളാനിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വിത്ർ നിസ്കാരം. അത് റമളാനിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും. പിന്നെ നമുക്ക് രാത്രി നിസ്കാരം എന്നുള്ള റമളാനിൽ മാത്രം ആയതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോ അവിടെ എന്താണ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ചൊല്ലിയിരുന്നു. 3ാമത്തെ തവണ ശബ്ദമുയർത്തി ഒന്ന് നീട്ടിയിട്ടായിരുന്നു അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നത്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ശബ്ദമുയർത്തി ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ 2ാമത്തേതാണ് ദുഹാ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ. അത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ, എന്റെ തൗബ നീ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, നീ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നിസ്കാരത്തിന് ശേഷം 100 തവണ ചൊല്ലിയതായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയും അദബുൽ മുഫ്രദും തമ്മിൽ മാറ്റമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല നിബന്ധന വെച്ചിട്ടുണ്ട്, ഞാൻ സ്വഹീഹായ ഹദീസ് മാത്രമേ ഉദ്ധരിക്കുള്ളൂ എന്ന്. എന്നാൽ അദബുൽ മുഫ്രദിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ആ നിബന്ധന ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല വെച്ചിട്ടില്ല. അപ്പൊ അതില് സ്വഹീഹും ഉണ്ടാകും ദഈഫും ഉണ്ടാകും. അപ്പൊ പിന്നെ സനദ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പൊ അദബുൽ മുഫ്രദിലാണ് ഈ ഒരു ദിക്ർ വന്നിട്ടുള്ളത്.